ഇതിൽ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് നടപ്പാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നല്ല, മറിച്ച് ലോകത്തെ അങ്ങനെ തന്നെ കീഴ്പ്പെടുത്തി അതിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും വമ്പിച്ച ഒരു അഭൗതിക ഉപകരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ ഈ വിശുദ്ധ അഭിവാക്യത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത്. ഇതാണ് പറഞ്ഞത്. ഞാൻ ചോദ്യം തീർന്നില്ല. അതിൽ ചോദ്യമല്ല, ഞാൻ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാള് അള്ളാഹുവെ ആരാധിക്കുകയാണ്, ഇങ്ങനെ കുറെ ആളുകൾ ആരാധിക്കുന്നുണ്ട്, മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും അനുസരിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഇവിടെ എങ്ങനെയാണ് ദൈവരാജ്യം ഉണ്ടാകുന്നത്? മറിച്ച് അവര് അനുസരിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളെയും അതുപോലെ തന്നെ ഭൂരിപക്ഷം വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് നിയമങ്ങളും ഉണ്ടാക്കാം. ഭൂരിപക്ഷം കള്ള് ഹലാലാക്കിയാൽ അത് ഹലാല്, ഹറാമാക്കിയാൽ ഹലാല്, ഇങ്ങനെ വിവിധ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഈ അവസ്ഥ, അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അറിഞ്ഞാൽ തർക്കേടില്ല. ഇത്തരം ഹലാലും ഹറാമും തീരുമാനിക്കാൻ ജനങ്ങൾക്കാണ്, ഭൂരിപക്ഷത്തിനാണ് അവകാശം എന്ന് സിദ്ധാന്തിക്കുന്ന സംവിധാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുകയും വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യം ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു വതദീനു ലക്കുമുൽ അറബ് തദീനു ലക്കുമുൽ അറബ് ബിഹാ വതദീനു ലക്കും ബിഹൽ അജം എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദിൽ എഴുതി. എന്താ എഴുതിയത്? ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, പ്രഖ്യാപിക്കുക, അറബും അനറബും നിങ്ങൾക്ക് കീഴ്പ്പെടും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലോകത്ത് ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള ഒരു അഭൗതിക ഉപകരണമാണ്. ഇതാണ് അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അതൊരു ഭൗതിക ഉപകരണമാണ്. അതന്നെ വ്യത്യാസം. അബ്ദുൽ ഖാദർ മൗലവി പറയുന്ന അഭൗതിക ഉപകരണമാണ്. അനന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. പറയുമ്പോഴോ ലോകം നിങ്ങൾക്ക് കീഴ്പ്പെടും. അങ്ങനെ ലോകം കീഴ്പ്പെടുത്താനുള്ള ഒരു അഭൗതിക ഉപകരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, നേരെ മറിച്ച് അത് കീഴ്പ്പെടുത്താനുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപയോഗിച്ച് ഭൗതികമായി തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഭൗതിക അഭൗതിക എന്ന വ്യത്യാസം വാചക ഘടനയിൽ തന്നെയുണ്ട്. നമുക്കറിയാം, ലോകത്ത് എല്ലായിടത്തും ഇസ്ലാമികമായ മുന്നേറ്റം സാധ്യമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേറ്റം ഉണ്ടാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ ഏകദൈവാരാധനയിലേക്ക് വന്നു. ക്രമേണ മാറ്റമുണ്ടായി, സമൂഹത്തിൽ പരിവർത്തനമുണ്ടായി. സ്വാഭാവികമായും അത് ഇസ്ലാമിന്റെ കീഴിലേക്ക് വരും. അങ്ങനെ ലോകതാളക്രമത്തെ കീഴ്പ്പെടുത്താനുള്ള അഭൗതിക ഉപകരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ ഭൗതികവൽക്കരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. അതാണ് അത്തൗഹീദിലെ ഉദ്ധരണിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണവും തമ്മിലുള്ള വ്യത്യാസം. അത് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടാമതായി ഇപ്പോൾ ഉന്നയിച്ച ഒരു സംശയം, ഇല്ലാത്ത ഒരു കാര്യത്തിന്മേൽ വാദമുണ്ടാക്കി ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കള്ളിനെ ഹലാലാക്കുന്ന ഒരു സംഘം ഭൂരിപക്ഷം തീരുമാനിച്ചാൽ കള്ള് ഹലാലാകും. അങ്ങനെ തീരുമാനിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥയോട് സഹകരിക്കാമോ, അതിൽ ചേർന്ന് പ്രവർത്തിക്കാമോ? പാടില്ല. മനസ്സിലാവുണ്ടോ? ഭൂരിപക്ഷം ആളുകൾ ചേർന്നിട്ട് കള്ള് ഹലാൽ എന്ന് പറഞ്ഞാൽ കള്ളിനെ ഹലാലാകുക, പലിശ ഹലാൽ എന്ന് പറഞ്ഞാൽ പലിശ ഹലാലാകുക. അങ്ങനൊരു വ്യവസ്ഥ ഉണ്ട് എങ്കിൽ അതിനോട് സഹകരിക്കൽ തെറ്റാണ്, അതിൽ ചേർന്ന് പ്രവർത്തിക്കൽ തെറ്റാണ്, അതുമായി യോജിക്കൽ തെറ്റാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിന് വോട്ട് ചെയ്യൽ ശിർക്കാണ്, പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെടാനോ അതുമായി സഹകരിക്കാനോ അവിടെ ചേരുവാനോ അതിന് സിന്ദാബാദ് വിളിക്കുവാനോ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനൊന്നും എവിടെ? അതാണ് വിഷയം. അങ്ങനൊന്നും എവിടെ? ഇന്ത്യയിൽ അതാണോ ഉള്ളത്? കേരളത്തിൽ അതാണോ ഉള്ളത്? അല്ലെന്ന് പറയുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞു, കേട്ടോളൂ. കേരളത്തിലുണ്ടായിരുന്ന EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കുകയുണ്ടായി. മനസ്സിലാക്കണം. നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം അതിന് KC അബ്ദുള്ള മൗലവി മറുപടി പറയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്.
കേരളത്തിലുണ്ടായിരുന്ന EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കുകയുണ്ടായി. പക്ഷേ EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയതിനാൽ അവ ഹലാലായി തീരുമെന്നോ അവ ഹലാലാക്കാനുള്ള അന്തിമ അധികാരം EMSനുണ്ടെന്നോ ഇവിടെ മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇനി വല്ല മോഡേണിസ്റ്റുകളും അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ EMSനെ ദൈവമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. വല്ല മോഡേണിസ്റ്റും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളാരും ഇന്ദിരാഗാന്ധി അനുവദിക്കുന്നത് എന്തും ഹലാലും നിരോധിക്കുന്നത് എന്തും ഹറാമുമാണെന്ന് വിശ്വസിക്കുകയും നിരുപാധികമായ നിയമനിർമ്മാണത്തിലുള്ള പരമാധികാരം അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവിക നിയമങ്ങൾ പോലെ ശാശ്വതവും അലംഘനീയവുമാണെന്നും കൂറോടും ഭക്തിയോടും കൂടി എക്കാലത്തും മാറ്റമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെ അമുസ്ലിങ്ങളെന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി മുസ്ലിങ്ങളെന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. ഇത് പ്രബോധനം 1971. കണ്ടോ? അപ്പൊ അമുസ്ലിങ്ങളും വിശ്വസിക്കുന്നില്ല, മുസ്ലിങ്ങളും വിശ്വസിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ ആരാധകർക്ക് പോലും ഒരു വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാത്ത കാര്യം കൊണ്ടുവന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ ജീവിക്കുന്നവരാരും ഇന്ദിരാഗാന്ധിയുടെ നിയമം, EMS ഉണ്ടാക്കിയ നിയമം, ആ നിയമം ഉണ്ടാക്കുക വഴി ആ വിഷയം ഹലാലാകുമെന്നോ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യത്തെ ഹറാമാക്കുക അല്ലെങ്കിൽ പാടില്ലെന്ന് പറയുക വഴി ഹറാമാകുമെന്നോ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അമുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. അങ്ങനൊരു അവസ്ഥയിൽ ഇപ്പറഞ്ഞ പാർട്ടികളുമായി, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളുമായി സഹകരിക്കാം, അതിൽ ചേരാം, വോട്ട് ചെയ്യാം, ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാം. അതിനൊന്നും ഇസ്ലാമികമായി വിലക്കും ഇല്ല. അവൾ വളരെ വ്യക്തമാണ്, ലളിതമാണ്. ഇവിടെ ഇസ്ലാമിനെതിരെ ഒരു നിയമം ഒരു മന്ത്രിസഭ പാസാക്കി, ആ പാസാക്കൽ മുഖേന അത് ഹലാലാകുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് കുഫ്രാണ്, അത് ശിർക്കാണ്. അതിനുള്ള അധികാരം ആർക്കുമില്ല. ഹറാമിനെ ഹലാലാക്കാൻ പാടില്ല, ഹലാലിനെ ഹറാമാക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അങ്ങനല്ല. EMS മന്ത്രിസഭ അങ്ങനല്ല, ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭ അങ്ങനല്ല എന്ന് വളരെ വ്യക്തമായി പ്രബോധനം തന്നെ സമ്മതിച്ച നിലക്ക് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് ഇന്ത്യ രാജ്യത്ത് എന്നാണ് വളരെ ലളിതമായി മനസ്സിലാക്കാനുള്ളത്. ഇപ്പോ എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ജമാഅത്തെ ഇസ്ലാമി ഈ രാഷ്ട്രീയം ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞതാണ് തെറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേ സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒന്നാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. ഇപ്പം ഈ 2 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാലഗണന പോലും ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മക്കയിൽ വെച്ച് പറഞ്ഞതും മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫദഖലൽ ജന്ന എന്നത് മദീനയിൽ വെച്ച് പറഞ്ഞതുമാണ് എന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്ന്, അതിൻ്റെ കാലഗണനയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സംഗതി ഇങ്ങനെ നമുക്ക് ഒരു ലക്ഷ്യമുള്ളത് തൽക്കാലം മറച്ചു വെച്ചിട്ട് ആരാധന മാത്രം. നിങ്ങളെ ചോദ്യം എന്താണ്? ഞാൻ പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സംഗതി അറബികളെയും അനറബികളെയും കീഴ്പ്പെടുത്തും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ആ ഖൂലു എന്നുള്ള ഇതിൽ വെറും ഒരു പറച്ചില് അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് പറയുമ്പോൾ ഈ അറബികളും അനറബികളും കീഴ്പ്പെടും എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സാധ്യമാവുന്ന ഒന്നാന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ ഈ ഇസ്ലാം ഹിജ്റ പോകുന്ന സമയത്തും പറയുന്നു ഇത് കിസ്റയെയും കൈസറിനെയും കീഴ്പ്പെടുത്തും. ഇതിങ്ങനെ ഒരു ലക്ഷ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇനി ഈ കാര്യം പൂർത്തിയാവുന്നത് എപ്പോഴാ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു. എവിടെ? മക്കയിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു